അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും
നിന്നെ സന്ധിക്കട്ടെ ദൈവവേദന. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെയെങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ, അത് എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പം പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡാണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം? മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠിത ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഈ മാതാവിൻ്റെ പുണ്യസ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ നൽകിയ എൻ്റെ കൃപാസന മാതാവിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം. ഇപ്പോൾ ഞാൻ ലീവിൽ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്.
2023 ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും തീവ്രമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകുവാനും അവിടെ ഓഗസ്റ്റ് 1 മുതൽ രജിസ്റ്റേർഡ് നേഴ്സായി തന്നെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകുകയുണ്ടായി. 2002 ജനറൽ നേഴ്സിംഗ് പാസ്സായി. അന്ന് മുതൽ ഞാൻ അബ്രോഡ് പോകാനുള്ള എൻ്റെ ആഗ്രഹത്തിന് ഫലമായി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുകയായിരുന്നു. എനിക്കത് ലഭിക്കുകയുണ്ടായില്ല. ഞാൻ ഒരുപാട് സാമ്പത്തികമായി ഞാൻ ക്ഷയിച്ചു പോയ ഒരു നിമിഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജൻസികളിൽ പൈസ കൊടുത്ത് ഞാൻ കബളിപ്പിക്കപ്പെട്ട ദിവസങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2019 കൊറോണ സമയത്ത് എൻ്റെ പ്രൈവറ്റ് ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അതുമൂലമായി ഞാൻ ഒത്തിരി ഞെരുക്കങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേക്കൻസി ഉള്ളതായി കാണുകയും അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് അത് ഒരുപാട് പ്രോസസ്സിങ് എനിക്ക് നീണ്ടി പോയി. എനിക്ക് അവിടെ ചെന്ന് എക്സാം എഴുതണം ഉള്ള റൂൾ ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ എക്സാം എഴുതണം. അവിടെ ചെന്ന് പാസ്സായാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് വിസ അടിച്ച് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ 2019 തൊട്ട് 2023 വരെയും എൻ്റെ പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നിരുന്നില്ല. അത് കഴിഞ്ഞ് എനിക്കിനി സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഏജ് ലിമിറ്റായി. എല്ലാ കൺട്രിയിലും എൻ്റെ ഏജ് ലിമിറ്റ് ഓവറായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം. ഇവിടെ നിന്നാൽ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് ഞാൻ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഞാൻ പൈസ കൊടുക്കുകയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത സമയമായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി നഷ്ടപ്പെടുകയും പിള്ളേരെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അപ്പോഴൊന്നും ഞാൻ മാതാവിനെ അറിഞ്ഞിരുന്നില്ല. 2023 ഞാൻ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യം കേൾക്കുമായിരുന്നു. കേട്ടിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇനി ജോലി വേണമെങ്കിൽ, നാട്ടിലായാലും വിദേശത്തായാലും ജോലി വേണമെങ്കിൽ ഇനി കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വരാം എന്ന് പറഞ്ഞാണ് ഞാൻ 2023 21-ാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേർന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഈ പ്രോസസ്സിങ് തടഞ്ഞു നിന്നത് ഒരു 3 മാസം. ഞാനിവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ലെക്ചറായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുകയും ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കോൾ വരികയും എൻ്റെ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതിയെന്നോ എങ്ങനെ ഞാൻ പാസ്സായെന്നോ എനിക്ക് ഇതുവരെയും അറിയത്തില്ല. എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ മാതാവ് എക്സാം പാസ്സാകുകയും 6 മാസത്തിനകം തന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. മാതാവ് അത് കഴിഞ്ഞ് ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഒരു ഇന്ത്യൻസും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഒരുപാട് ഞാൻ അവിടെ തരണം ചെയ്തെന്നാലും അതിൻ്റെ ഇടയിലെല്ലാം മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം ദൈവം മാതാവ് എന്നെ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകളിൽ അവിടെ നിന്ന് എല്ലാം മാതാവ് നടത്തി തന്നു. 1 വർഷത്തെ സേവനമനുഷ്ഠിച്ച ശേഷം ഞാൻ ഇന്ത്യൻസ് ഉള്ളിടത്തോട്ട് എനിക്ക് അവിടെ ചർച്ചിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ചു, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ട് മാത്രമേ വരാവൂ മാതാവേ, എനിക്ക് വേറെ ഇൻ്റർവ്യൂ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനെല്ലാം ട്രൈ ചെയ്തു, എനിക്ക് ലഭിച്ചില്ല. ഞാൻ നാട്ടിൽ വന്നു. 23-ാം തീയതി എനിക്ക് തിരിച്ചു പോകണം. അതിന് മുമ്പായിട്ട് 22-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം മാതാവ് തന്നു. മാതാവിന് ഒത്തിരി നന്ദിയുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കാശുരൂപം വെച്ച് കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിന് മൂലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കുകയും എൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്കിനി എല്ലാം അവിടുത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറും എല്ലാം നൽകുകയും മാതാവ് നൽകുകയാണ് ചെയ്തത്. എനിക്കിനി ഇന്ത്യൻസ് ഉള്ള സ്ഥലവും കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ലഭിക്കുകയും ഇനി ഈ മാസം തന്നെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കുകയും ചെയ്തു.
ക്രിട്ടിക്കൽ സ്കിൽ വിസ 4 വർഷം കഴിഞ്ഞ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ VFS ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. 4 വർഷം അവിടെ ജോലി ചെയ്യണം. പക്ഷേ എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം, ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പോലും കാശ് രൂപം പിടിച്ച് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് 3-ാം തീയതി ഒക്ടോബർ 3-ാം തീയതി ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോവുകയും അതിൻ്റെ ഫലമായി എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് PR കിട്ടാനുള്ള ഒരു അവസരം എനിക്ക് തരണമേ എന്ന്. അതിൻ്റെ മൂലമായി എനിക്ക് എന്ത് ചെയ്തു, മാതാവ് എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ 3-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 4-ാം തീയതി എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ അടിച്ചു വരികയും ഇനി 3 മാസത്തിന് ശേഷം ഞാൻ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പിനുള്ള വിസയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നിട്ട് സാലറി കിട്ടുമ്പോഴെല്ലാം എന്നെക്കൊണ്ടാവുന്ന കാരുണ്യ പ്രവൃത്തികൾ എല്ലാവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് രണ്ടാമത് അവിടെ പോകാൻ നേരത്ത് എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ പത്രം ഞാൻ ഇംഗ്ലീഷ് പത്രമാക്കി വാങ്ങുകയും അതുകൊണ്ട് അവിടെ വിതരണം ചെയ്യും. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഓയിലും കൊന്തയും എല്ലാം കൊണ്ടുപോകാനുള്ള ഇത് പറഞ്ഞു വിടുകയും ചെയ്തു. അതുമൂലം എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ അതിരുകളില്ല, അത്രയ്ക്കും എനിക്ക് ഉള്ള അനുഗ്രഹം എൻ്റെ കൃപാസന മാതാവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാശുരൂപവും കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോയാൽ തന്നെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് മാതാവ് നൽകുന്നുണ്ട്. ഒരിക്കലും എനിക്ക് ഒരു കുറവും ഇതുവരെയും മാതാവിൻ്റെ പ്രാർത്ഥിച്ച ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഇതുവരെയും എനിക്കൊരു കുറവും മാതാവ് വരുത്തിയിട്ടില്ല. അതുതന്നെയാണ് വലിയ അനുഗ്രഹം. ഞാൻ 2002 തൊട്ട് 2023 വരെയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ പഠിച്ച ജോലിക്കുള്ള യഥാർത്ഥത്തിലുള്ള ജോലി എനിക്ക് ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മാതാവ് 45 വയസ്സായപ്പോഴാണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം എൻ്റെ കൃപാസന മാതാവ് വഴി എനിക്ക് ലഭിച്ചത്. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും. അത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിൽ ഒട്ടും മാതാവിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും കൃപാസനത്തിൽ വരണമെന്നോ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നോ 2023 വരെയും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്ത്യാനി, സീറോ മലബാർ സഭയിലെ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് പോലും ഞാൻ കൃപാസന മാതാവിന് വരുമ്പോൾ അവിടെ എന്താ നടക്കണത് എനിക്കറിയത്തില്ല, നമ്മൾ മാതാവിനെ വിളിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് എൻ്റെ കുടുംബം ഇതായത്. ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 10 വർഷമായിട്ടും എൻ്റെ വീടിൻ്റെ ഒരു നില മാത്രമേ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ പണി പോലും നടന്നില്ല. ഞാൻ പോയി 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ലോണ് കിട്ടുകയും എനിക്ക് 2ാമത്തെ നില വാർത്ത് അവിടെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതൊക്കെ ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കില്ല, ഇനി എനിക്ക് ഒരു ജീവിതമില്ല, എനിക്ക് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനുള്ള വിധിയാണ് എനിക്കുള്ളത്. എൻ്റെ ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞു. ഏജ് ഓവറാവാത്ത സമയത്ത് എനിക്ക് എല്ലാവരും ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് ഇനി കിട്ടില്ല എന്ന് വിശ്വസിച്ച് ഞാൻ പ്രൈവറ്റ് ജോലിക്ക് കയറിയ ശേഷമാണ് മാതാവ് എനിക്ക് ഈ അവസരം സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള അവസരം എനിക്ക് തന്നത്. അതുകൊണ്ട് എല്ലാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഞാൻ എല്ലാ വർഷവും വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഇതോടകം വാഗ്ദാനം ചെയ്യുന്നു. ചിത്തമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ സാക്ഷിയാക്കിയതിനെ കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ചിയാരം, തൃശ്ശൂർ ചിയാരം വിജയമാത ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഇത് എൻ്റെ ഭർത്താവ് സാബു. ഞാൻ 22 നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി ഇവിടെ എടുത്തത്. അനിയൻ്റെ ഭാര്യ മൂലമാണ് ഞാനിവിടെ വന്നത്. അവളെപ്പോഴും പറയും, ചേച്ചി ഇങ്ങോട്ട് വായ, നമുക്ക് ഇവിടെ ഒരുമിച്ച് പോവാം. അപ്പം ഞാൻ അവളോട് പറയും, മാതാവ് എല്ലായിടത്തും നമ്മുടെ പള്ളിയിലുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അവളോട് പറയും. അപ്പോൾ അവൾ എന്നും നിർബന്ധിക്കും, ഞാൻ വരാറില്ല. അങ്ങനെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായപ്പോൾ അവൾ എന്നെ പറഞ്ഞു, നിങ്ങൾ വായൊരു എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടിനാന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ അതിൻ്റെ വചനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എടുക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ കയറി വരും. അങ്ങനെ അത് കണ്ടു. പിന്നെ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു
ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരിതങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് 3 പെൺമക്കളാണ്. അവരെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്നെ ഞങ്ങൾ ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാതും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ നിയോഗങ്ങൾ എഴുതിയതിൽ 4ാമത്തെ ഉടമ്പടിയിട്ട് എഴുതിയത് എൻ്റെ ഭർത്താവിൻ്റെ അനിയന്മാർ തമ്മിൽ വഴക്കായിരുന്നു. ഏറ്റവും ആദ്യം എനിക്ക് ഇങ്ങനെ നിയോഗം സാധിച്ച് കിട്ടിയത് അവരെ വഴക്ക് തീർന്നതാണ്. അത് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് പുതുക്കാൻ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസം ഞാനിവിടെ കുറേ ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാൻ അവിടെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര വാസന വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞു, കടങ്ങളുള്ള കാരണം ജപ്തിയുടെ ഒരു ഇതിലെ നോട്ടീസും ബാങ്കുകാർ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് അച്ഛനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നത്തെ മാസം ഞാൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാനത് കൊണ്ടുവന്ന് അച്ഛനെ എനിക്ക് പുതുക്കും വേണം. അപ്പോൾ പുതുക്കി ഇവിടെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ അവിടെ ടോക്കൺ എടുക്കണവരൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞ് പുതുക്കി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കൊന്ത എത്തിക്കാൻ ഇവിടെ വന്നിരുന്നു. കൊന്ത ഞാൻ ആൾക്കാരോടെ ചൊല്ലി കൊന്ത കഴിയണവരെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം നന്നായി വന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ടോക്കൺ വീണ്ടും കൊടുത്തു തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞാൻ പോയി നമ്പർ എടുത്തപ്പോൾ എനിക്ക് 1 നമ്പർ കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ആകെ ഒരു വഴി, ഞങ്ങളുടെ വീട് വിറ്റാലേ ഞങ്ങൾക്ക് ഈ കടം തീർക്കാൻ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിലില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതിപ്പോൾ അച്ഛനോട് ഇത് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അച്ഛൻ ഒരു ലോക്കറ്റ് എനിക്ക് വെഞ്ചരിച്ച് തന്നു. ഇത് ഏത് സ്ഥലം വിൽക്കണം അവിടെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുഴിച്ചിടാൻ പറഞ്ഞു എന്നോടത്ത്. അതുപോലെ ചെയ്യാനായിട്ട് ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് വാങ്ങുന്ന ചേച്ചി, ജോസ്ഫിൻ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി. അന്ന് ബസ്സിൽ അവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പറഞ്ഞു ഞങ്ങളുടെ വീട് കൊടുക്കുന്നുണ്ട് എത്രയ്ക്കാന്നൊക്കെ എന്നോട് ചോദിച്ചു. അതങ്ങനെ പോയി. പക്ഷെ അന്ന് പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെയും കിട്ടി, എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടിയ പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 2 മാസം കഴിഞ്ഞിട്ട് ഈ ചേച്ചി തന്നെ ഞങ്ങളുടെ വീട് വാങ്ങിയത്. ഇന്നലെ ആ വീടിൻ്റെ തീറായിരുന്നു. അപ്പോൾ തീറ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിവിടെ വന്നത് ഞങ്ങളുടെ എല്ലാ കടങ്ങൾക്കുള്ള ഒരു പരിഹാരമായിരുന്നു അത്. പിന്നെ സഹോദരന്മാരെ വഴക്ക് തീർന്നു. അവരെ എല്ലാവരും പരിശ്രമിച്ചും തീരാത്ത വഴക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്ന് അവർ തമ്മിൽ തന്നെ വർത്തമാനങ്ങൾ പറഞ്ഞ് അതൊക്കെ തന്നെ തീർന്നു. പിന്നെ എൻ്റെ മക്കൾ 3 പെൺമക്കളാണ്. മൂത്ത ആൾ BSc നഴ്സിങ്ങിന് 4ാം കൊല്ലം പഠിക്കണേ, രണ്ടാമത്തെ മകൾ ഏവിയേഷന് 2ാം വർഷം, താഴെ മോള് +1. അപ്പോൾ മൂത്ത മോൾക്ക് നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയിൽ എങ്ങനെ പഠിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏവിയേഷന് പഠിക്കുന്ന മകളും പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് എനിക്ക് അവർക്ക് BSc നഴ്സിങ്ങിന് 10 ലക്ഷം എനിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ആ ദിവസം വരെ എനിക്ക് എങ്ങനെ ആൾക്കാർ എനിക്ക് പൈസൻ്റെ കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറഞ്ഞ് കുറേ സഹായങ്ങൾ എനിക്ക് വന്നു. അങ്ങനെ ഫീസ് അടച്ച് ഇപ്പോഴേ 4ാം കൊല്ലത്തെ ഫീസ് വരെ ഞാൻ അടച്ച് തീർന്നുണ്ട്. ഇനി ഈ കൊല്ലം കൂടി അവൾക്കുള്ളൂ. അപ്പോൾ ഏവിയേഷൻ പഠിച്ച മകൾക്കും ഇതുവരെ അവരുടെ ഫീസിൻ്റെ കാര്യത്തിന് വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൾക്ക് ഒരു വയറുവേദന വരായിരുന്നു, അത് തൈലം പൂശി മാറി. പിന്നെ എൻ്റെ ഭർത്താവ്, അത് വലിയൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ 22 വർഷമായി. അപ്പോൾ 22 വർഷമായിട്ട് 30 ആളും മദ്യപിക്കുന്നത്, 28 വർഷമായ മദ്യപാനം. ഇത് ഞങ്ങൾ പല കാര്യം ഞങ്ങൾ ധ്യാനങ്ങൾക്കും ഇതിനൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരുമിച്ച് പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിർത്താമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇതുവരെ നിർത്താൻ സാധിച്ചിട്ടില്ല. നിർത്താമെന്ന് പറയും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ആ ഒരു അവസ്ഥയായിരുന്നു. അവസാനമായപ്പോൾ ആദ്യം കുറച്ച് കഴിച്ച് പിന്നെ അത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാവിലെ പോയിട്ട് തന്നെ കഴിച്ചു തുടങ്ങും. അവസാനമായപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മാതാവിനോട് കരഞ്ഞു പറഞ്ഞു എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വേഗം തന്നു, ഇത് മാത്രം എനിക്ക് നിർത്തി തരില്ലോ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾക്ക് എല്ലാവരും കൂടിയുണ്ടായിരുന്നു. ആ പെരുന്നാൾക്ക് ഇങ്ങോട്ട് കഴിച്ച് വന്ന ഒരു ശല്യങ്ങളോ ബഹങ്ങളോ ഒന്നുമില്ല. മക്കളെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, കഴിച്ചു മിണ്ടാണ്ട് ഇങ്ങനെ കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പെരുന്നാൾക്ക് പതിവില്ലാത്ത പോലെ എല്ലാവരായിട്ടും വഴക്കും ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അനിയന്മാർ എല്ലാവരും കൂടി ആകെ അതിശയിച്ചു. എല്ലാവരും കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ തന്നെ ഇപ്പോൾ പ്രഷർ ഭയങ്കര ഹൈ പറഞ്ഞു, ഇന്ന് കൊടുന്നില്ലെങ്കിൽ ഒരു വർഷം തന്നെ പോയേനെ എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ആൾ മദ്യപ്പിച്ചിട്ടുമില്ല. ഇന്നേ ദിവസം ഇപ്പോൾ 9 മാസമായി ഇപ്പോൾ കഴിച്ചിട്ടില്ല. മാതാവ് അങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നു.
പിന്നെ എൻ്റെ മക്കൾക്ക് ഫീസിൻ്റെ കേസൊക്കെ നല്ല ഭംഗിയായി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് പത്രം വാങ്ങി എല്ലാ മാസവും ഞാൻ വരാറുണ്ട്. എല്ലാ മാസം വരാറ് ഞാൻ ആദ്യം വേറൊരു ബസ്സിലാണ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ടൗണിൽ നിന്നൊരു ബസ് ഉണ്ടായില്ല വരാറ്. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചേച്ചിമാരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും നീ ഉണ്ടോ എന്ന് ചോദിക്കും. അവർ കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ട് എല്ലാ മാസം 3 മാസം ഒരു ജോയ് ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ 100 രൂപയാണ് ഞങ്ങളാകെ കൊടുക്കുക. ആ 100 രൂപ കൊടുക്കുന്നത് അവർ വേറെ അനാഥശാലകൾക്കൊക്കെ സഹായത്തിന് വേണ്ടിയാണ് അവർ വാങ്ങണേ. അത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ 3 മാസം കൂടുമ്പോൾ വരാമെന്ന് വിചാരിച്ച് എനിക്ക് എല്ലാ മാസവും വരാൻ അവിടെ സാധിക്കാറുണ്ട്. അവർ കാരണം ഞങ്ങളുടെ ഭാഗത്തെ കുറേ ചേച്ചിമാർ ഉടമ്പടി എടുക്കലും അവരെ കൂടെ പോവാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയും ഞങ്ങളവിടുത്തെ തൃശ്ശൂർ അത്താണിയിൽ പീസ് ഹോമിൽ ഞങ്ങൾ പോകാറുണ്ട്. അവിടുത്തെ രോഗികളായി കിടക്കുന്നവർക്ക് തന്നെ എഴുന്നേൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് കുളിപ്പിക്കാനോ ഭക്ഷണം വാരി കൊടുക്കാനോ അങ്ങനത്തെ സഹായത്തിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പാലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്മമാരുടെ ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ കാണിക്കുകയും ചെറു സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും മെഡിക്കൽ കോളേജ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ എല്ലാവരിലും കൊടുക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തോന്നുമ്പോൾ പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്താൽ പിന്നെ പരമാവധി മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കോളും, ബൈബിളും വായിക്കും. എനിക്ക് പറ്റാവുന്ന സമയങ്ങളൊക്കെ ഞാൻ പള്ളിയൊക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥനയും മുടങ്ങാണ്ട് ചെല്ലും. പിന്നെ എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ശക്തി ഉണ്ട് എനിക്ക്. എൻ്റെ സഹായങ്ങൾ നന്ന മാതാവിനും ഈശോയ്ക്കും 1000 അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് രഹന ജോസ്. ഞാൻ വരുന്നത് പുത്തൻവേലിക്കര, എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സെൻറ്റ് ജോർജ് മാളവന ഇടവകയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് 2024 അത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET പാസ്സായി. ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. 2024 മെയ്യിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സിന് പോയി. അതിനുശേഷം ആ സമയത്ത് അവിടെ ന്യൂസിലൻഡിൽ ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപാട് പേര് കുറേ ലക്ഷങ്ങൾ കൊടുത്തു പോയി പഠിച്ചിട്ട് ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകുന്നോടം വരെ ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇത്രയും നമ്മൾക്ക് പൈസയൊക്കെ മുടക്കി പോയിട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് ജോലിയില്ലാതെ തിരിച്ചു വന്നപ്പോഴും കുറേ പേർക്ക് ജോലിയൊന്നും കിട്ടാതിരുന്ന സമയത്തും എനിക്ക് അമ്മ മാതാവ് ഓസ്ട്രേലിയയിൽ ജോലി തന്നു. അത് എനിക്ക് 2 ജോബ് ഓഫറാണ് വന്നത്. ഫസ്റ്റ് ജോബ് ഓഫർ വന്നത് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ. അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്തൊരു ഇൻ്റർവ്യൂ കിട്ടി. അത് കുറച്ച് ടഫായിരുന്നു. 30 മിനിറ്റ് 45 മിനിറ്റ്സുള്ള ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് 2ാമത്തെ ഇൻ്റർവ്യൂവും എനിക്ക് പാസ്സായി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് എനിക്ക് കിട്ടുന്നത്. മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായി തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റായ ഞാൻ 2 ഇൻ്റർവ്യൂ ഇത്ര 30 മിനിറ്റ്സ് അല്ല 45 മിനിറ്റ്സിൽ സംസാരിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പേരെ സമയത്ത് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ എന്തായാലും ജോലി കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ എപ്പോഴും ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും പിടിക്കും. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൊക്കെ വിതറും. അതുപോലെ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കും. പിന്നെ ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഉണ്ട് എടുത്ത് അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ നമുക്ക് വീഡിയോ കോൺഫറൻസിലാണ് ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും എനിക്ക് അത് കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വിസ പ്രോസസ്സ്. 2 മന്ത്സ് കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയുടെ വർക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞാൻ അവിടെ അത്യാവശ്യം നല്ലൊരു ശമ്പളത്തിൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇവിടെ വരികയും പത്രം മേടിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ പോയതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടും, ഡെയിലി കാണും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടും, അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും.
പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് ന്യൂസിലൻഡിൽ പോയി 6 മന്ത് ജോബൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്കിപ്പം ജോബായതിനു ശേഷം ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ജോലിയുള്ളവരാകുമ്പം ഓഫ് കോഴ്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. എനിക്കെപ്പോഴും പ്രതീക്ഷ തരുന്ന ഒരു വചനമാണ് റോമ 4:18. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എന്ന് ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ ആ വചനം. കാരണം ഒരു സാധ്യതയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി തന്നത് അമ്മ മാതാവാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു കുട്ടി ഞങ്ങൾ ഒരേ ദിവസം ജോയിൻ ചെയ്തതാണ്. മെയ്യിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ വിസ തീർന്ന് ആ കുട്ടി നാട്ടിലേക്ക് പോരാനായി. ആ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, 2 ഇൻ്റർവ്യൂ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ഞാനിങ്ങനെ ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് ഉടമ്പടിയിലുള്ള ഒരാളല്ല, മാതാവിനോട് അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറില്ല, അവർ വേറെ കത്തോലിക്കരല്ല. അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ജോബ് ഓഫറും എല്ലാം കിട്ടിയതിന് ശേഷം എന്നോട് ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലേ ചേച്ചിക്ക് കിട്ടിയത്? കാരണം ഞങ്ങൾ ഒരേ CV എല്ലാ ജോബ് ആപ്ലിക്കേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്തു. അപ്പം അവൾക്ക് അതുവരെ ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സമയത്താണ്, 15 ഡേയ്സ് കൂടെ ഉള്ളൂ ന്യൂസിലാൻഡിൽ. ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ആ 15 ഡേയ്സിനുള്ളിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് അവൾ നാട്ടിൽ പോയത്. ഇപ്പം ആ കുട്ടി നാട്ടിൽ വന്നു, ഉടമ്പടി എടുത്തു. അവളും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവളും ഓൺലൈൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഒരാൾക്കെങ്കിലും മാതാവിൻ്റെ സാക്ഷിയാക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു. അമ്മയോട് ചോദിച്ചു വാങ്ങിയ ഒരു അവസരമായിരുന്നു. എൻ്റെ നിയോഗങ്ങളെക്കാട്ടിലും എനിക്കിവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണമെന്ന് ഞാനിവിടെ വരുമ്പോഴൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് സോഫി, ഞാൻ വരുന്നത് പുനലൂർ, കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 20-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ അമ്മ ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഉടമ്പടി എടുക്കണം, ഇവിടെ വരണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥനാ ജീവിതവും ജപമാലയൊക്കെ ചെല്ലുന്ന ആളാണെങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്തിനാ ഇവിടെ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് നമ്മൾ ഒരുപാട് ഡിമാൻഡൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു വയറുവേദന വരുമായിരുന്നു. ആ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെയിൻ കില്ലേഴ്സ് എടുത്താലും പെട്ടെന്നൊന്നും മാറാത്ത വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്നും ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ച് കഴിഞ്ഞ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ കോയമ്പത്തൂർ എക്സാമിന് പോയി. അവിടെ ചെന്ന് രാത്രി 2 മണിയായ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വയറുവേദന വന്നു. ഈ വയറുവേദന വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രിയാണ്, അറിയാൻ പാടില്ലാത്തൊരു സ്ഥലം, എവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ വയറിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ എൻ്റെ അടുത്ത് പറയുകയാണ്, അതിന് മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിനോട്, കൃപാസന മാതാവേ എൻ്റെ വയറുവേദന മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ എത്ര വലിയ പെയിൻ കില്ലേഴ്സ് എടുത്താലും സമയമെടുത്ത് മാറുന്ന ആ വയറുവേദന അപ്പം തന്നെ മാറി. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ തന്ന കാശ് രൂപവും ഉടമ്പടി ഉപ്പൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വരികയോ ഉടമ്പടി എടുക്കുകയോ ചെയ്തില്ല. എന്നിട്ട് വീണ്ടും ഞാൻ ഹൈദരാബാദ് എക്സാമിന് പോയി. അവിടുന്ന് എക്സാം കഴിഞ്ഞ് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തെങ്കിലും അവിടുന്ന് മാതാവിനെ സഹായിച്ച് ഞാൻ എക്സാം എഴുതി നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ജോലിക്ക് പോയിട്ട് ഞാനും ഹസ്ബൻഡും ജോലിയായിട്ട് ഒരു 2 വർഷം അടുപ്പിച്ചാകാറായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പം എനിക്കായതുകൊണ്ട് തന്നെ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന സമയത്ത് വീണ്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, നമുക്ക് കൃപാസനത്തിൽ പോയാലോ എന്ന്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആ സമയത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഡിസംബർ 2-ാം തീയതി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരു 100% ഉറപ്പായിരുന്നു എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് ആ സമയത്ത്. പക്ഷേ ഡിസംബർ 2-ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ജോലി എന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അതേപടി വീട്ടിലിരുന്നു. പ്രാർത്ഥനയില്ല, ധ്യാനം കൂടലില്ല, പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ല, കാരുണ്യ പ്രവർത്തികളില്ല, ഒന്നുമില്ലാണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്നാലും ആ അവസ്ഥയിൽ മാതാവ് എന്നെ കരുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഏപ്രിൽ
ഞാൻ ജർമ്മൻ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തായിരുന്നു, പിന്നീട് എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. അങ്ങനെ ഇരിക്കും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ഇൻ്റർവ്യൂസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ എഴുതി പാസ്സാകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു, എൻ്റെ കോൺട്രാക്റ്റും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമായിരുന്നു, നീ പ്രാർത്ഥിക്കുന്നില്ല, ഉടമ്പടി ജീവിതത്തിലില്ല, എന്നിട്ടും മാതാവ് നിന്നെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നില്ലേ, നീ വീണ്ടും പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം കഴിഞ്ഞ് മെയ്യിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞത് എൻ്റെ ഒരു തിരിച്ചു വരവെന്ന് വേണം പറയാൻ. ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് ആദ്യം എന്നോട് തോന്നിപ്പിച്ചത്, ഞാൻ ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നിട്ട് നിറവേറ്റാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ നേർച്ചകളൊക്കെ നിറവേറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വർഷങ്ങളോളം പഴക്കമുള്ള ആ നേർച്ചകളെല്ലാം നിറവേറ്റി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 5-6 കെട്ട് പത്രം എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പത്രങ്ങളെല്ലാം എടുത്ത് നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പല സ്ഥലത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊണ്ട് പല ദിവസങ്ങളിൽ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു എവിടെയൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. അവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ആ ബാഗ് എടുക്കുക, ഈ കവർ എടുക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അത് എന്തിനാണെന്ന് അങ്ങനെ ചിന്തിക്കത്തില്ല, മാതാവ് പറഞ്ഞല്ലേ എന്നോർത്ത് അതെല്ലാം എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പഴയ പത്രങ്ങൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പത്രം ഇല്ലാതെ എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു വന്നില്ല. പക്ഷേ അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്നതിലല്ലോ ചെയ്യുന്നതിലല്ലേ കാര്യമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക അടുത്ത 3-ാമത്തേതെന്ന് വെച്ചാൽ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ വർഷങ്ങളായെന്ന് തോന്നുന്നു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു കുമ്പസാരിക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ എങ്ങനെ കുമ്പസാരിക്കും, കാരണം ഞാൻ ഡ്യൂട്ടി ടൈമൊക്കെ അനുസരിച്ച് എനിക്ക് കുമ്പസാരിക്കാനും കുർബാന ചൊല്ലാനൊക്കെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുക പട്ടം കത്തീഡ്രലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ നീ സിസ്റ്ററിനോട് ചോദിക്കുക ഇവിടെ എപ്പോഴാണ് കുമ്പസാരം കുർബാന എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലാ ദിവസവും 3:30 കുമ്പസാരവും 4 മണിക്ക് കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി ജീവിതത്തിലോട്ട് എന്നെ തന്നെ നവീകരിക്കാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്കും മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ വാതിലുകൾ തുറന്നു തന്നു. അങ്ങനെ അതുകൂടാതെ തന്നെ രാത്രി 3 മണിക്കും രാവിലെ ഉച്ചയ്ക്ക് 3 മണിക്കും കരുണക്കൊന്ത് ചൊല്ലാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപയും മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം 2 ആഴ്ച കൂടുമ്പോൾ അവിടെ പറഞ്ഞ് കുമ്പസരിച്ച് ഒരുങ്ങി കുർബാനയിൽ സജീവമായി തുടങ്ങി. ചിലപ്പോൾ എനിക്ക് പ്രത്യക്ഷ പാപങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. ആ സമയത്ത് മാതാവ് എനിക്ക് ചിലപ്പോൾ എൻ്റെ മുൻപാപങ്ങളായിരിക്കും, നീ ഇന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇന്നത് പറഞ്ഞ് കുമ്പസാരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിൽ ഇതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ ഇത് പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ 3 മാസം കഴിയുമ്പോൾ തന്നെ വന്ന് പുതുക്കണമെന്ന്. ഞാൻ പുതുക്കിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാശ് രൂപ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി, എൻ്റെ ഒരു ശക്തി എന്നിൽ നിന്ന് പോയതുപോലെ, മാതാവ് എന്നെ വിട്ടു പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുന്നത് പങ്കെടുത്ത കുർബാനകളിലൊക്കെ എന്നോട് പുതിയ ഉടമ്പടി അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ ഞാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞാനൊരു പുതിയ ഉടമ്പടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതെനിക്കൊരു പുതിയൊരു ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത ജർമ്മൻ്റെ തന്നെ അടുത്ത എക്സാം 2 മൊഡ്യൂളുകൾ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപ ഉപ്പൊക്കെ ആയിട്ട് പോയി പരീക്ഷ എഴുതി. ഒരെണ്ണം ഞാൻ പാസ്സായി. പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സായില്ല. അപ്പോൾ ആദ്യത്തെ റൈറ്റിംഗ് പാസ്സാവാതിരുന്നപ്പോഴത്തേക്കും മാതാവ് എനിക്കൊരു വചനം തന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയാഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി വരുന്ന ആളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ ആ വചനത്തെ വിശ്വസിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരിക്കലും മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ജൂലൈയിൽ വന്നിട്ട് എനിക്ക് എൻ്റെ വിസയ്ക്കുള്ള ഡോക്യുമെൻറ്റ്സ് വന്നു. അതൊരു 7-ാം തീയതിയാണ് വന്നത്. ആ എൻ്റെ ലൈഫിൽ കൂടുതലും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യാഴാഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7-ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡേറ്റുകളിലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു പക്ഷെ ഞാൻ ഒന്നും പാസ്സായിട്ടില്ല. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും ഒക്ടോബറിൽ എനിക്ക് വീണ്ടും ഒരു എക്സാം ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു മാതാവ് വീണ്ടും ഞാൻ എന്നെ പെട്ടെന്ന് എത്തിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഓർത്തിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഒരു 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് സ്വപ്നത്തിൽ എൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് കാണുകയും 11 സമയം കാണിക്കുകയും 2 എന്നൊരു സംഖ്യ കാണിക്കുകയും ചെയ്തു.
അപ്പോൾ ഞാൻ വിചാരിച്ചു 62 ഞാൻ പാസ്സാവും. അപ്പോൾ എനിക്ക് കോൺട്രാക്റ്റിലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 30 ഞാൻ അവിടെ എത്തണമെന്നായിരുന്നു. അപ്പോൾ ഒക്ടോബർ 30 എനിക്ക് എത്താൻ പറ്റുമെന്നുള്ള വിശ്വസിച്ചു. കറക്റ്റ് അത് അപ്പം കറക്റ്റ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്ന സമയത്ത് എനിക്കിങ്ങനെ മാതാവ് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ തരുക. അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രേരണ തരുമ്പോൾ നമ്മൾ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതുപോലെ മെസ്സേജ് ഇമെയിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റിസൾട്ടാണ്. കറക്റ്റ് 11-12 ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ എക്സാം ചെയ്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബൈബിൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞത് കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തിലൂടെ നയിക്കുമെന്നായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ച് എന്താ പറയുക, ഞാൻ റിസൾട്ട് നോക്കി. പക്ഷേ ഞാൻ പാസ്സായില്ല, എനിക്ക് 42 മാർക്കായിരുന്നു. അപ്പോൾ അപ്പോഴെല്ലാം മാതാവ് എൻ്റെ മനസ്സിൽ വന്നത്, ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നീ പാസ്സാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഇനി നീ എക്സാം എഴുതണ്ട, 3 മൊഡ്യൂൾ വെച്ചിട്ട് പോകാൻ പറ്റുന്നതിനെക്കുറിച്ച് നോക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏജൻസി ജർമ്മനിലാണ്, അവർക്കൊരു മെസ്സേജ് അയക്കുക, നീ ഇവിടെ എഴുതിയിട്ട് കിട്ടുന്നില്ല, ഭയങ്കര പാടാണ്, 3 മൊഡ്യൂൾ വെച്ച് വിസയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഓൾറെഡി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതേക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് B2 ഇല്ലാണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ B1 ഒന്നുകൂടെ എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു പ്രതീക്ഷയായി. അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നീട് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡിസംബർ 2 ആകുമ്പോൾ എനിക്ക് റിന്യൂവൽ ആവും. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുവാണ്, റിന്യൂ ചെയ്യണ്ട, ഒരു പ്രീ പ്ലാൻ ഒന്നുമില്ല, കാരണം ആകെയുള്ള വരുമാനം അതാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അടുത്ത എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്തു, ഇവിടെ നിന്ന് ഇറങ്ങിയാലും അവിടെ ഉണ്ടല്ലോ, പ്രോസസ്സ് താമസിച്ചാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു പെർമിഷൻ ലെറ്ററിൻ്റെ കാര്യം അവർ ചോദിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, അതിന് 3 മാസമൊക്കെ എടുക്കുമായിരിക്കും, നീ എന്തായാലും വന്നിട്ട് ഇവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാനവിടെ ഒരു 10-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റാണ് പറഞ്ഞത്. 7-ാം തീയതി ഡിസംബർ 7-ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസവും 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു 8-ാം തീയതി മാതാവ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന്. 7-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റിയില്ല, പക്ഷേ ഓൺലൈനിൽ കൂടി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 7-ാം തീയതി ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ടും ഉച്ചയായപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് നാളെ കൃപാസനത്തിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ കുർബാന കൂടിയിട്ട് ഞാൻ വൈകിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി നല്ലപോലെ കുമ്പസാരിച്ച് നല്ല തീഷ്ണതയോടുകൂടെ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നാളെ സ്കൂളിന് അവധിയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞാൻ ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അമ്മയുടെ സ്കൂളിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, തിങ്കളും ചൊവ്വയും അമ്മയ്ക്ക് സ്കൂളിൽ അവധിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണെന്ന്. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ അതിന് മുന്നേ പല പ്രാവശ്യവും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. പക്ഷേ അന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തിയാണ്, എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറം ഒരു ശക്തിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഈശോയുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. അച്ഛനോട് പറയാനുള്ളതെന്ന് എനിക്ക് ഓർമ്മ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എനിക്ക് കരച്ചിലാണ് വന്നത്, അല്ലാണ്ട് വേറൊന്നും വന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് എന്താണോ പറഞ്ഞതെന്നോ പ്രാർത്ഥിച്ചതെന്നോ എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്നോട് ചോദിച്ചു, ഇനി നിനക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ 30 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നവംബറിലായിരുന്നു അവിടെ ചെല്ലേണ്ടിയിരുന്നത്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ടും പോകുന്ന സമയത്തെല്ലാം ഞാൻ പറയുന്നത്, മാതാവേ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയില്ലേ, അതിൽ കൂടുതൽ എന്ത് ഗിഫ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുക അന്ന് രാത്രി 11:30 ജർമ്മൻ സമയം 7 മണി ആയപ്പോഴത്തേക്കും എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, ഹോസ്പിറ്റലുകാർ പെർമിഷൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരിക്കും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പെർമിഷൻ ലെറ്റർ കൊടുത്ത് ആരും ഇതുവരെ അവിടെ പോയിട്ടുമില്ല, ഇവർ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി കുമ്പസാരവും കുർബാനയായിട്ടൊക്കെ ഇച്ചിരി അകന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് കുമ്പസാരിക്കണം, ഈ വരുന്ന ശനിയാഴ്ച കുമ്പസാരിച്ച് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ അന്ന് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഇങ്ങനെ സമ്മതിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ആ പെർമിഷൻ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി. അവരെൻ്റെ അടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഇങ്ങനെ തീരുമാനിച്ചല്ലേ, ശനിയാഴ്ച ഞാനൊരു ധ്യാനം കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് കുമ്പസാരിച്ച് ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കരുണക്കൊന്ത ചൊല്ലി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഏജൻറ്റിൽ നിന്ന് ഫോൺ വിളി വരുന്നു, 15-ാം തീയതി ബാംഗ്ലൂർ ഒരു ഡേറ്റ് ഉണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത്
എൻ്റെ ഹസ്ബൻഡിന് കുമ്പസാരിക്കാനുള്ളതാണെന്നും എനിക്ക് ധ്യാനം കൂടാനുള്ളതാണെന്നും ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകേണ്ടതാണെന്നും ഓർക്കാണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ആഗ്രഹം, കാരണം അപ്പോഴും ഞാൻ വിസയ്ക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് 30-ാം തീയതിക്ക് മുന്നേ പോകാൻ പറ്റും, എൻ്റെ ഒരു സ്വാർത്ഥ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ശ്രദ്ധിക്കാണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്നും ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു ഇതൊക്കെ പറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ദൈവം തന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കർത്താവായിട്ട് എനിക്ക് തന്നതാണെന്ന് ഓർത്തിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ഒരുങ്ങിയൊക്കെയാണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ VFS ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത പാടെ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ കാറ്റഗറി തെറ്റാണ്, ഇതിവിടെ പറ്റത്തില്ല, വേറെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവായിട്ട് തന്നതല്ലേ എനിക്ക്, എന്നിട്ട് എന്തോ പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, പക്ഷെ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നു. ആദ്യം മാതാവേ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ കുറച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്, എവിടെയാണ് എനിക്ക് പാളിച്ച് വന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നെറ്റിൽ നോക്ക് ഈ കാറ്റഗറിക്ക് എന്താ പ്രശ്നമെന്ന്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കറക്റ്റ് കാറ്റഗറിയാണ്, അതിലൊരു പ്രശ്നമില്ല. പോരാത്തതിന് അടുത്ത ദിവസം വെച്ചവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വെക്കാന്നുള്ളത്, പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ധ്യാനത്തിന് പോവുകയും കുർബാന കൂടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം എന്താണോ അതെനിക്ക് മാതാവെ സാധിച്ചു തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇരിക്കെ ഡിസംബർ 29 എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, പാസ്പോർട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഞാൻ ഈ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇവിടെ വരാൻ ഇടയാക്കരുത്, എനിക്കിനി അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഡിസംബർ 31 രാത്രി എല്ലാവരും പല ആഘോഷത്തിലും പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ രാത്രി മുഴുവൻ എൻ്റെ ന്യൂ ഇയർ ഈശോയുടെ കൂടെ ആയിരുന്നു, ആരാധനയിലും പ്രാർത്ഥനയിലും ആയിരുന്നു. അന്ന് എനിക്ക് പുതുവർഷത്തിൽ കിട്ടിയ 2 വചനമായിരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ ഇതായ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയും, പിന്നെ ഒന്ന് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുട്ടികൾ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ നടത്തും. അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ആഗ്രഹം ഞാൻ എപ്പോൾ പോകണോ അങ്ങനെ ആ ഒരു രീതിയിൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ജനുവരി 6 എനിക്ക് വീണ്ടും ഒരു VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി കൊച്ചിയിൽ. അപ്പോൾ അത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി 5-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് സിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, വിസയ്ക്ക് വച്ചിട്ട് വാ, ഇനി റിജക്ഷൻ ഒന്നും വരത്തില്ല. അതെനിക്ക് ശരിക്കും മാതാവ് എന്നോട് പറയുന്ന പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയ വഴിക്കല്ല, എനിക്കൊരു തീർത്ഥാടന യാത്ര പോലെയായിരുന്നു. ഒരുപാട് പള്ളിയിൽ കയറി. അതിനെക്കാട്ടി വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈശോയുടെ ഒരു തങ്കിപ്പള്ളി കയറി, ഈശോയുടെ തിരുസ്വരൂപമുള്ള. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ ആ രൂപത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ചങ്ക് തകർന്ന വേദനയാണ്. അതായത് എനിക്ക് പ്രിയപ്പെട്ട ആരോ ദേഹം മുഴുവൻ മുറിവുകളായിട്ട് ഒരു പച്ച മാംസം പോലെ അവിടെ കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ച ഈശോയുടെ മുമ്പിലാണോ നീ നിൻ്റെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ VFSൽ പോയി. അവിടെ ചെന്നിട്ട് 12:40 അപ്പോയിൻമെൻ്റ് ആണെങ്കിലും 11 മണിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തന്ന കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു മുന്നിലൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ട്, ഈ കാശ് രൂപ ചെടിച്ചട്ടിയിൽ വെക്കാമെന്ന്. അപ്പോൾ ഞാനോർത്ത് ഇത്രയും പേരുണ്ട്, ഞാൻ എന്തോ ചെയ്യും, പക്ഷേ എന്തായാലും മാതാവ് പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ കാശ് രൂപ അതിൽ വെച്ചതും എന്നെ അവർ വിളിച്ചു. പിന്നെ എനിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വിസ പ്രോസസ്സിങ് അത് സബ്മിഷൻ നല്ലപോലെ നടന്നു. അവർ പറഞ്ഞു 1 മാസം എടുക്കും വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് 1 മുതൽ ഡിസംബറിൽ 30-ാം തീയതി വരെ എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമായിരുന്നു. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു 1 മുതൽ 27 വരെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മുതൽ 27 വരെ എഴുതി. എന്നിട്ട് എൻ്റെ അടുത്ത് 15, 17, 27 മാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്നറിയത്തില്ല, പക്ഷേ മാതാവ് പറഞ്ഞല്ലേന്ന് ഓർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. 6-ാം തീയതി സബ്മിറ്റ് ചെയ്ത എൻ്റെ ഡോക്യുമെൻറ്റ്സ് 7-ാം തീയതി കോൺസുലേറ്റിലെത്തി ജർമ്മനീൻ്റെ. അത് കഴിഞ്ഞ് എൻ്റെ 7-ാമത്തെ ദിവസം 14-ാം തീയതി അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തു.
അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ 15 എന്നുള്ള ഡേറ്റ് വന്നു. അപ്പം ഞാൻ മാതാവിനോട് എടുത്തു, മാതാവ് ഇന്ന് 15 എന്താണെന്ന് ഞാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അന്നത്തെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം നോക്കുമ്പോൾ ഈശോ എൻ്റെ കാൽക്കൽ വന്നിരിക്കുക. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് പറയാം, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അടുത്ത് പറയാം. ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയായിട്ട് ഞാനൊരു ബന്ധത്തിലായി. എന്നെ എടീന്ന് വിളിച്ച് ഈശോ എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റു, അപ്പം തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊരു സൂചന ചതുവാണെങ്കിൽ ഞാൻ ആരടുത്തും പറയത്തില്ലായിരുന്നു. ഈ നിമിഷം വരെ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഡിസ്പാച്ച് ആയെന്നുള്ളൊരു മെയിൽ വന്നത്. അപ്പം ഓക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 17 എന്നുള്ള ഡേറ്റ്, അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 17-ാം തീയതി രാവിലെ എനിക്ക് ഇതുപോലെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ 17-ാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജ് വരുവാണ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വരുവാണ്, എൻ്റെ വിസ അറൈവ് ഇന്ന് വരും. അങ്ങനെ കൊറിയർ സർവീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. പക്ഷേ അന്ന് എൻ്റെ അമ്മ പോയത് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനകത്ത് വിസ വരുമെന്ന്. 18-ാം തീയതി ഞാൻ പോയി വാങ്ങിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നേർച്ചയൊക്കെ നേറ്റി അവിടെ വെച്ച് തുറന്ന സമയത്ത് അതിനുള്ളിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിനി മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് 7-ാമത്തെ പേജിൽ വിസ അടിച്ച് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ തന്ന കാശ് രൂപം എൻ്റെ 7-ാമത്തെ പേജിൽ വെച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് ഞാനത് തുറന്നു നോക്കിയപ്പം ബാക്കിയുള്ള പേജെല്ലാം വിട്ടിട്ട് എൻ്റെ 7-ാമത്തെ പേജിലായിരുന്നു എൻ്റെ ജർമ്മൻ്റെ വിസ അടിച്ച് വന്നത്. അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ച് ഞാൻ പൊട്ടിക്കരയുമായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് കരച്ചിലോ സങ്കടമോ സന്തോഷമോ ഒന്നും തോന്നിയില്ല. ഞാൻ ശരിക്കും എങ്ങനെയായിരുന്നോ ഞാനുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാൻ ഈശോയുടെ മുന്നിൽ ചെന്ന് മുട്ട് വെത്തിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ഈശോയെ എനിക്കൊരു ഇമോഷൻ ഇല്ലാത്തതെന്ന്. അപ്പം ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞതല്ലേടി, ഇനി എന്തിനാ, മതി, ഇനി നീ കരയണ്ട എന്നിങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിനെക്കാട്ടി പിന്നെ എനിക്ക് വന്ന് 27 എന്നുള്ള നമ്പർ, അതെന്തുവാണ്, ഇനി 27-ാം തീയതി ഞാൻ പോകുമോ അതിനെക്കുറിച്ചാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കും ഞാൻ വിസ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ വിസ സ്റ്റാർട്ടാകുന്നത് 27-ാം തീയതി മുതലാണ്. അപ്പോൾ 7-ാം തീയതി കോൺസുലേറ്റ് എത്തി എൻ്റെ പാസ്പോർട്ട് 7-ാമത്തെ ദിവസം അതിൽ വിസ സ്റ്റാമ്പ് ചെയ്യും. 17-ാം തീയതി എൻ്റെ കയ്യിലെത്തുകയും 27-ാം തീയതി മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടാകുകയും ചെയ്യാനും. ഇത് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നതല്ലാതെ എൻ്റെ മെറിറ്റിൽ എനിക്കിതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഒരു 0.1% പോലും എനിക്ക് സാധ്യമല്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിന് അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റും. ഇതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇതിലൂടെ തന്നെ ആത്മീയമായിട്ട്, അതായത് തികച്ചും ഒരു എന്താ പറയുക, എൻ്റെ ഒരു വഴിപിഴച്ച എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് കഴിയുന്നത് വരെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. മാതാവുമായിട്ടും ഈശോയായിട്ടും നിരന്തരം ജപമാലയും കുർബാനകളിലും ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതചര്യയിലായിരുന്നു ഞാൻ വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പം തികച്ചും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയൊരു വ്യക്തിയായിരുന്നു. കുർബാനയില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനകളില്ല. പക്ഷേ എപ്പോഴും ഞാൻ എന്താ പറയുക ബൈബിള് വായിക്കും, ഒരു ജപമാല എൻ്റെ കയ്യിൽ കൂടെ നടക്കും. അതായിരിക്കും ഒരു പക്ഷേ എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നതിനൊരു കച്ചിത്തുരുമ്പായത്. അപ്പം ഇതിലൂടെ എനിക്ക് ആ സമയത്തൊക്കെ ഈശോയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ എന്തുണ്ടെങ്കിലും പറയും, ഈശോ എൻ്റെ അടുത്ത് അതുപോലെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് വീണ്ടും എൻ്റെ ഈശോയെ തിരിച്ചു കിട്ടി. എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തുറന്നു പറയാം, എനിക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാനും എൻ്റെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് പള്ളി. എന്നാൽ പോലും ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ദിവസം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഉള്ള കൃപ ഈ മാതാവ് എനിക്ക് നേടിത്തന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ആദ്യമൊക്കെ ഞാൻ ചുമ്മാ കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. അത് ഞാൻ എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് മാതാവ് എനിക്ക് കാണിച്ചു തരും. പിന്നെ ആയപ്പോഴത്തേക്കും മാതാവ് എനിക്കതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ട് നിയോഗം പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ആദ്യമൊക്കെ എനിക്കങ്ങനെ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു പ്രൊവിഷൻ ഹോമിൽ സഹായിക്കാൻ മാതാവ് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സഹായിക്കാൻ പറ്റി. പിന്നെ ആരെൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് പൊതിച്ചോറ് ആഹാരം അങ്ങനെ കൊടുക്കുന്നൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്താ ആഗ്രഹിക്കുന്നത്, ഞാനിനി അനാഥാലയത്തിലൊക്കെ കൊടുക്കണമാണോ, അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനൊക്കെ ഞാൻ വേറെ ആളെ നിയോഗിച്ചിട്ടുണ്ട്. നീ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പ്രതീക്ഷയില്ല, അതായത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്തവർക്ക് നീ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു.
അങ്ങനെ ഇരിക്കാൻ ഞാൻ നടന്നു പോയപ്പോഴത്തേക്കും ഞാൻ അത്രയും നല്ലതായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാനൊരു അപ്പച്ചനെ കണ്ടു, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വന്ന വഴി തിരിച്ച് നടന്നു പോയി ആഹാരം വാങ്ങിച്ച് അപ്പച്ചന് കൊടുത്തു. അപ്പച്ചൻ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും മിണ്ടിയില്ല, ഞാനും ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ചു. ആ അപ്പച്ചൻ്റെ കണ്ണിൽ എന്തെന്നില്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് പോരാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ആ മുഷിഞ്ഞ ആ ഒരു ഇതിൻ്റെ ഇടയിലും ഒരു 2 ജപമാല ആ പശു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് തന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് തണുക്കുന്നില്ലേ ഈ റൂമിലിരുന്നിട്ടും, പക്ഷേ എന്നിട്ടും എന്തുവന്ന് നടു റോഡിൽ തണുത്ത് വിറച്ച് കിടക്കുന്നവരില്ലേ. എന്നിട്ട് ആ അപ്പച്ചൻ്റെ മുഖം എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്ന വരയ്ക്കും ഞാൻ ആ അപ്പച്ചന് വേണ്ടിയിട്ട് ആഹാരങ്ങളും കൊടുത്തു. എന്നിട്ട് പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, ഇനി ആരെങ്കിലും എന്നെപ്പോലെ വന്ന് ആഹാരം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരും അതാവ് എന്നെ കാണിച്ചു തരും, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം, അങ്ങനെ എനിക്ക് കാണിച്ചു തരുവായിരുന്നു. അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഭൗതിക ഈ പാസ്പോർട്ടിനെക്കാട്ടി ഈ വിസയെക്കാട്ടിൽ എനിക്ക് വലുത് എനിക്കിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ ഈശോയെ ചേർത്ത് പിടിച്ച് എനിക്ക് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമെന്നാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതം മാറി തുടങ്ങിയത് എൻ്റെ ഈശോയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഈശോയെ ഞാൻ പാപിയാണ്, ഒരു യോഗ്യതയില്ല, പക്ഷേ കുരിശിൻ ചുവട്ടിലും വലതുഭാഗത്തെ കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്ത ഈശോയെ അങ്ങയുടെ തിരുരക്തത്തെ കഴുകി എന്നെയും അങ്ങയുടെ കുരിശോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി. ഞാനിനി എവിടെ പോയാലും, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും ഞാൻ ജർമ്മൻ പത്രം വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ ചൊല്ലുമായിരുന്നു. കാരണം മാതാവ് എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്നെങ്കിലും അവിടെ എത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജർമ്മനിയിൽ എഴുതി ജർമ്മൻ ഭാഷയിൽ എഴുതി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി ജർമ്മനി പോയാലും എൻ്റെ ജോലിക്കുപരി അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ഭദ്രതയേക്കാളപ്പുറം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവിടെ ഒരു പ്രേക്ഷിതയായിട്ട് ജീവിക്കാനുള്ള കൃപ മാതാവ് ഈശോ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. മാതാവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തിനായി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ജോസഫ് അച്ഛനെയും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. എൻ്റെ പേര് ആശിഷ്, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് അഞ്ജു. 2024 എൻ്റെ അമ്മ മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പിന്നീട് 2025 നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. 2021 ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ജർമ്മനിയിലോട്ട് പോകുന്നത്. 3 വർഷത്തെ മാസ്റ്റേഴ്സിന് ശേഷം ഞാൻ ജോലി അന്വേഷിച്ച് ഒരുപാട് പ്രയാസപ്പെടുകയും ആ ഒരു സന്ദർഭത്തിൽ വളരെയേറെ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തു. അതിനുശേഷം അമ്മ അറിയിച്ചതിന് മുഖാന്തരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2025 ഏപ്രിൽ 3, കറക്റ്റ് 7 ദിവസത്തിന് ശേഷം ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച എനിക്കറിയാത്ത ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാൻ അതിന് അപ്ലൈ ചെയ്യും. അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ വീടിന് വെറും 1/2 കിലോമീറ്ററിന് പരിധിയിലുള്ളിലാണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ വാതിൽ കൂടെയാണ് എപ്പോഴും സാധനം മേടിക്കാൻ പോകുന്നതും പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോകുന്നതും എല്ലാം. എന്നിട്ടും എൻ്റെ കണ്ണിൽ ആ കമ്പനി പെട്ടിട്ടുമില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല, അവർക്ക് എന്നെ അറിയത്തില്ല, യാതൊരു കണക്ഷനും ഇല്ല. മാതാവിൻ്റെ അനുഗ്രഹത്താൽ മൂലം മാത്രമാണ് എനിക്ക് ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വരികയും ഞാനത് നേടുകയും ചെയ്തത്. ജോലി ഓഫർ ലഭിച്ചതിന് ശേഷം വളരെയേറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ പഠിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൺവേർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് കുറേ ഫോർമാലിറ്റീസും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നാട്ടിൽ വരികയും നേരിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂണിൽ വെച്ച്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ജൂലൈ ജോലി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ചെന്നത്. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ വളരെ താമസിച്ചത് മൂലം ജോലി ലഭിക്കുകയുണ്ടായില്ല. എങ്കിലൊരു ഇൻറ്റേൺഷിപ്പായിട്ട് തുടങ്ങാം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. അവരൊരു ഇൻറ്റേൺഷിപ്പ് തരാമെന്ന് ഓഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനെന്നുള്ള ധാരണയിൽ ജൂലൈ 1-ാം തീയതി ഞാൻ അവിടെ ചെല്ലുകയും, എന്നാൽ വളരെ കൗതുകരമായിട്ട് അവർ ഇൻറ്റേൺഷിപ്പിന് പകരം വെറും ഒരു ഇൻറ്റേൺഷിപ്പിന് പകരം എനിക്ക് ജോലി തന്നെ ഓഫർ ചെയ്യും. ആ ജോലി കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഇതുവരെ എത്തുകയും ചെയ്തു. ജോലി ലഭിച്ചതിന് ശേഷം വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. വിസ എക്സ്റ്റൻഷൻ സമയത്ത് ശമ്പള വർധന ഒരു ആവശ്യമായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കളായുള്ള ഉപ്പും തൈലും ഉപയോഗിക്കുകയും ശമ്പള വർധന തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ ചെന്നതിന് ശേഷം
എനിക്ക് വളരെ തലവേദനയും ബുദ്ധിമുട്ടുകളെയും, ഈ തലവേദന വരുന്ന സമയത്ത് ചെറിയ ഓർമ്മക്കുറവും, ആരാണ് മുന്നിലുള്ളത്, എന്താണ് അവരുടെ പേര് മറന്നു പോകുക, ഇങ്ങനെ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും അതുപോലെ തേനും ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ തലവേദനകളും ശാരീരിക ബുദ്ധിമുട്ടെല്ലാം മാറി മാറി ഇപ്പം അത് പൂർണ്ണമായും മാറുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ജോലി തടസ്സം മൂലം എൻ്റെ വൈഫിൻ്റെയും ഞങ്ങളുടെ കല്യാണം നീണ്ടു പോകുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിനോടുള്ള പ്രാർത്ഥന മൂലം യാതൊരു തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഈ ജനുവരി തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് ലഭിച്ച പത്രം ഞാൻ നാട്ടിലും അതുപോലെ തന്നെ ജർമ്മനിയിൽ ചെന്നിട്ടും ഞാൻ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ യൂട്യൂബ് വീഡിയോസ് പരിചയക്കാർക്കും ഓൺലൈൻ ത്രൂ ഷെയർ ചെയ്യുകയും എനിക്ക് അടുത്ത് പരിചയമുള്ള ആൾക്കാരെ ഞാൻ കൃപാസനത്തെപ്പറ്റി നേരിട്ട് പരിചയപ്പെടുത്തുകയും അവരെ ഇവിടെ നിന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും അവരും കൃപാസനത്തിൻ്റെ വീഡിയോകൾ കാണാൻ തുടങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആത്മീയ ജീവിതം ഞാൻ കൃപാസനത്തിലെ വീഡിയോസ് ദിവസവും രാവിലെയും വൈകിട്ടും കാണുകയും അതോടൊപ്പം രാവിലെയും വൈകിട്ടും സന്ധ്യാപ്രാർത്ഥനയും വേദപുസ്തകം വായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ കുർബാനയുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ജർമ്മൻ കുർബാനയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ജർമ്മൻ കുർബാനയും എന്നാൽ മലയാളം കുർബാന മുടക്കം കൂടാതെ കൂടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്.